ഹലോ ഗൈസ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു ദ എപ്പിസോഡ് ഓഫ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. യെസ്, നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. കുറച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനറ്റ് മേരി. ഞാൻ അയർലൻഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഒരു ചാനൽ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്. ആക്ച്വലി ഫ്രൈഡേസ് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, പ്രത്യേകിച്ച് എനിക്കും അതുപോലെ തന്നെ കുഞ്ഞുവാവയ്ക്കും. കാരണം ബാക്കി ദിവസങ്ങളിൽ മൺഡേ ടു തേഴ്സ്ഡേ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു 2:45 പോയി കഴിഞ്ഞാൽ രാത്രി 12 കഴിയും ആൾ വീട്ടിലെത്താനായിട്ട്. പക്ഷേ ഫ്രൈഡേസിൽ ആൾ നേരത്തെ വരാറുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കാത്തിരിക്കും ആൾ വരാൻ വേണ്ടിയിട്ട്. കുഞ്ഞുവാവയാണെങ്കിലും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ഒരു 12:15 പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 7:30-8 മണിക്കുള്ളിൽ തന്നെ ആൾ വീട്ടിലെത്തും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കാത്തിരിക്കും ആൾ നേരത്തെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ നമുക്കൊരു വാട്ടയിൻ്റെ ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാനാണെന്നുണ്ടെങ്കിൽ തലേദിവസം ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനാണെങ്കിൽ ഈ ഒരു ബോട്ടിലാണ് ഇവിടെ ഫില്ല് ചെയ്ത് വെക്കുന്നത്. ഇത് ന്യൂട്ടെല്ലയുടെ ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിലാണ്. എനിക്കാണെങ്കിൽ നല്ല ജലദോഷം മൂക്കടപ്പൊക്കെ ഉണ്ട്. എൻ്റെ ശബ്ദമൊക്കെ ഒത്തിരി മാറിയിരിക്കുവാണ്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവായിരിക്കും. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ വെക്കുമ്പോൾ ഗ്ലാസ് ബോട്ടിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നിങ്ങൾ വെയിറ്റ് റിഡക്ഷൻ ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ ഓവർനൈറ്റ് ഓട്സ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കാരണം നമുക്ക് നന്നായിട്ട് തന്നെ വെയിറ്റ് കുറയുന്നതായിട്ട് തോന്നും. ഞാൻ ഈ ഒരു വലിയ ഗ്ലാസ് ബോട്ടിൽ മൊത്തം കഴിക്കും. കാരണം എനിക്കാണെങ്കിൽ വാവിനെ ഫീഡ് ചെയ്യേണ്ടത് കൊണ്ടും പിന്നെ ലഞ്ചാണെങ്കിൽ കഴിക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. എൻ്റെ മൊത്തം ഡേയുടെ മെയിൻ ഫ്യൂവലാണ് ഈ ഒരു ഓവർനൈറ്റ് ഓട്സ്. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ വാവയ്ക്കുള്ള ഫുഡാണ് കേട്ടോ കുക്കറിൽ വേവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കഴിക്കുമല്ലേ? ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എല്ലാ ദിവസവും ഈ ഒരു സെയിം സംഭവമാണെങ്കിലും കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് നട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ പഴം, ഹണി, അങ്ങനെ ഒത്തിരി ഐറ്റംസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഓവർനൈറ്റ് ഓട്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാ ദിവസവും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കഴിക്കാനായിട്ടെന്നുള്ളത്. എങ്കിൽ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല രീതിക്ക് ഫില്ലിംഗ് ആണ്. ഒരുപാട് നേരത്തേക്ക് നമുക്ക് വിശക്കത്തേ ഇല്ല, അത്ര ഫില്ലിംഗ് ആണിത്. നമുക്കിനി എന്തായാലും ടേബിളിൽ പോയിട്ട് കാര്യമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാം. ഞാനാണെങ്കിൽ നിന്ന് കഴിച്ച് മടുത്തു. അപ്പോൾ ഇതെന്തായാലും കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ എൻജോയ് ചെയ്ത് സമാധാനമായിട്ട് കഴിക്കാം. വാവയാണെങ്കിൽ പ്ലേ പെനിൽ അപ്പുറത്ത് കിടപ്പുണ്ട് കേട്ടോ, നല്ല ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് പെട്ടെന്ന് കഴിച്ചിട്ട് വേണം അവൻ്റെ കാര്യത്തിനായിട്ട് പോകാൻ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, നല്ല സാറ്റിസ്ഫൈങ് ആണ്. ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഞാൻ എന്തായാലും എൻജോയ് ചെയ്ത് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ നമുക്കിനി ലഞ്ചിന് കാണാം. ഓക്കെ, സോ ഇറ്റ്സ് ടൈം ഫോർ ലഞ്ച്. വെൽക്കം ടു ദ ലഞ്ച് എപ്പിസോഡ്. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് ടോട്ടലിയാണുള്ളത്. ഞാൻ ടോട്ടൽ മിക്കപ്പോഴും കാണിക്കാറുണ്ട്. ഇത് ടെസ്കോയിൽ നിന്ന് വാങ്ങിച്ച ടോട്ടലിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ചോറ് കഴിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. മിക്കപ്പോഴും ടോട്ടിയാണ് കഴിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം നമ്മളെടുത്തപ്പോൾ കീറിപ്പോയി. പക്ഷേ സാരമില്ല, നമ്മളല്ലേ കഴിക്കാനുള്ളൂ. അപ്പോൾ അത് ഞാനാണെങ്കിൽ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ മുന്നേ ഞാൻ അതിൻ്റെ മേലിലും താഴത്തും കുറച്ച് വെള്ളം തേച്ച് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട്. എന്നിട്ട് 1 മിനിറ്റ് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി എടുക്കാം. 1 മിനിറ്റ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പപ്പടം പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ വെക്കാതിരിക്കുക. ഞാനാണെങ്കിൽ കറികളൊക്കെ നേരത്തെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ടോട്ടയാണ് ലാസ്റ്റ് ചൂടാക്കുന്നത്. കാരണം അത് 1 മിനിറ്റ് മതിയല്ലോ, പെട്ടെന്ന് ചൂടാകുമല്ലോ. അപ്പോൾ അത് ഈ കാണിക്കാൻ വേണ്ടി പോകുന്ന എൻ്റെ ഫേവറേറ്റ് ആണ്. ഗസ് ചെയ്യാൻ പറ്റുമോ? ഉണക്കമീൻ വറുത്തത്. നാട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്നതാണ്. മത്തി ഉണക്കിയതും അതുപോലെ തന്നെ അയില ഉണക്കിയതും അതിലുണ്ട്. സവോളയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് വറുത്തെടുത്ത നല്ല കിടിലൻ ഉണക്കമീൻ വറുത്തതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബീഫ് കറിയുണ്ട്, പരിപ്പ് കറിയുണ്ട്, പിന്നെ ടോട്ടി. ഇതാണ് എൻ്റെ ലഞ്ച്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് കേട്ടോ. വിശന്ന് കുടൽ കത്തിയിരിക്കുവാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് നേരമായി. ബാവത ഇവിടെ താഴത്ത് തന്നെ കിടപ്പുണ്ട് കേട്ടോ. അവനാണെങ്കിൽ നല്ല മൂഡിലാണ്, നന്നായിട്ട് കളിച്ച് ചിരിച്ചൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴാണ് മൂഡ് മാറണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കഴിച്ച് തീർക്കണം. ഇതെല്ലാം നമുക്ക് ഫിനിഷ് ചെയ്യണം കറികളൊക്കെ. കാരണം നമുക്ക് സാറ്റർഡേ സൺഡേ നമ്മൾ വേറെ കറികൾ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മിച്ചം വെക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്യേണ്ട കറികൾ തന്നെയാണ്. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ ഒരു അരത്തിൽ നിന്ന് തുടങ്ങുവാണ്. ആദ്യം ഉണക്കമീൻ വറുത്തതും കൂട്ടി നമുക്ക് കുറച്ച് ടോട്ടൽ കഴിക്കാം. എന്നെപ്പോലെ ഉണക്കമീൻ വറുത്തതിൻ്റെ ഫാൻസ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ജസ്റ്റ് അറിയാനാണ്. കാരണം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡിക്റ്റഡ് ആണ്. എനിക്ക് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കേണ്ട അത്ര ഫേവറേറ്റ് ആണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉണക്ക കൂന്തൽ വറുത്ത് കഴിച്ചിട്ടുണ്ടോ? എൻ്റെ മോനെ എന്നാ ടേസ്റ്റ് എന്നറിയോ? അത് മാത്രമല്ല ഉണക്കച്ചുറക് വറുത്തതും. ഉണക്കച്ചുറക് വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു എല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ, അത് മുള്ളല്ലല്ലോ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ ഒയ്യോ, എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശരിക്കും അതൊക്കെ ആലോചിക്കുമ്പോൾ നാട് ശരിക്കും മിസ് ചെയ്യാറുണ്ട് കേട്ടോ. ഉണക്കമീൻ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവറേറ്റ് ആണ്. ഒരാൾ ഞാൻ കഴിക്കേണ്ടത് നോക്കിക്കൊണ്ട് താഴത്ത് കിടപ്പുണ്ട് കേട്ടോ. അവൻ്റെ ഫുഡ് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് കഴിച്ച് തീർക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറുക്കൻ ബഹളമാകും.
സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഞാനാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എടുക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ബീഫ് കറിയാണ്. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെച്ച അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാൾ കൂടി അങ്ങനെ വെക്കുന്നത്. എന്തായാലും ഹസ്ബൻഡിൻ്റെ അപ്രീഷിയേഷനൊക്കെ കിട്ടി, അടിപൊളിയായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ അതും കൂട്ടി അങ്ങ് എൻജോയ് ചെയ്ത് കഴിക്കുവാണ്. നമ്മൾ ടേസ്റ്റ് ബഡ്സ് ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് അങ്ങനെ പയ്യെ എൻജോയ് ചെയ്ത് കഴിക്കുമ്പോൾ എന്താ ഫീൽ എന്നറിയാവോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കറികളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻജോയ് ചെയ്ത് കഴിക്കുവാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് വൈകുന്നേരം കാണാം. ഓക്കെ, ഇപ്പോൾ രാത്രിയായെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പോൾ സമയം 7:30 ആവുന്നു. കണ്ടില്ലേ, 7:20 കഴിഞ്ഞതേ ഉള്ളൂ. വൈകുന്നേരത്തെ ക്ലോക്കാണ് കേട്ടോ ഈ കാണുന്നത്. സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ നേരെ വിട്ടാനായിട്ട് കുറച്ചധികം ലേറ്റ് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. 3:30-4 ഇരുട്ടിക്കൊണ്ടിരുന്ന ആ ഒരു കാലാവസ്ഥയിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടിയിരിക്കുവാണ്. ഇപ്പോൾ 10 മണിയായാലും കുറച്ചൊക്കെ വെളിച്ചം പുറത്തുണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ കാത്തിരിക്കുവാണ് നമ്മുടെ കെട്ടിയോ വരാൻ വേണ്ടിയിട്ട്. സോ അവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് ഹിയർ. എപ്പോൾ വേണമെങ്കിലും പുള്ളിക്കാരൻ ലാൻഡ് ചെയ്യും. ആക്ച്വലി നമുക്ക് ഫ്രൈഡേസ് ഭയങ്കര സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം അന്ന് വൈകിട്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാറ്, അതായത് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് എന്താ കഴിക്കാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഒന്നെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് വരും, അല്ലെങ്കിൽ എനിക്ക് ബേക്ക് ചെയ്ത് തരാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി തരാറുണ്ട് ഫ്രൈഡേസ്. അതാണ് ഞാൻ ആക്ച്വലി ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യാന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായെന്നുള്ളതെന്ന്. നമുക്ക് ഇന്നുള്ളത് സദേൺ ഫ്രൈഡ് ചിക്കൻ്റെ പാക്കറ്റാണ്. അത് ഓൾറെഡി കുക്ക്ഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവനിൽ വെച്ച് 200°C ഒരു 45 മിനിറ്റ്സ് വെച്ചാൽ മതിയായിരിക്കും. പിന്നെ നമുക്കുള്ളത് പിസയാണ് കേട്ടോ. അപ്പോൾ പിസ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ വല്ലപ്പോഴും കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളൂ. നമ്മളെപ്പോഴും കഴിക്കത്തില്ല. ഇതിപ്പോൾ കഴിച്ചിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഞാൻ 1-2 പീസ് കഴിക്കും, അത്രേ ഉള്ളൂ മാക്സിമം. അപ്പോൾ അത് വീക്ക്ലി വൺസ് ഒക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കിന്നുള്ളത്, പിസയും അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കനുമാണ്. അപ്പോൾ ഇത് അവനിൽ വെക്കുന്നുണ്ട്. പിസയ്ക്ക് ടൈമർ നമ്മൾ 15 മിനിറ്റ്സേ വെക്കുന്നുള്ളൂ. അതായിട്ടുണ്ട്. പിസ്സ നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് പയ്യെ നമ്മളുടെ ചിക്കനോടെ വേവുന്നുണ്ടായിരിക്കും. അതിന് കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡ് ഇതേ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ നമുക്ക് പിസ്സ കട്ട് ചെയ്യാനുള്ള കട്ടറാണെങ്കിലും ഈ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. നമ്മൾ പുറത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വന്നില്ല. ഇതിൻ്റെ ഓണേഴ്സൊക്കെ ഇതൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു ഉപകാരമായിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇത് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 പീസ് മാക്സിമം, അതിനപ്പുറം ഞാൻ കഴിക്കില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കഴിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ വല്ലപ്പോഴും കഴിക്കത്തുള്ളൂ, വീക്ക്ലി വൺസ് ഒക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല തീ കാഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചു. അകത്ത് ഫയർ പിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫയർ പിറ്റിൽ തീയൊക്കെ കൊണ്ട് നമ്മൾ പയ്യെ എൻജോയ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതേ ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അറ്റത്ത് ഡിപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ ഡിപ്പാണ്, അതായത് മയണൈസും അതുപോലെ തന്നെ സ്വീറ്റ് ചില്ലി സോസും കൂടെ മിക്സ് ചെയ്തിട്ട് ഡിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത് മുക്കി കഴിച്ച് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഭയങ്കര സൂപ്പറാണെന്ന് ഞാൻ പറയത്തില്ല, കാരണം എനിക്ക് ഇതിനേക്കാളും നല്ല പിസ്സ കഴിച്ചിട്ടുണ്ട്. ഞാൻ ടിപ്പററി പോയിരുന്ന സമയത്ത് ഉണ്ണീടെ ശില്പിയുടെയൊക്കെ വീടിൻ്റെ അടുത്തൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ പിസ്സ അടിപൊളിയാണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരിക്കലും പറ്റില്ല. പക്ഷേ നമ്മൾ വൺസിൻ്റെ മേലൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഓക്കെ ആണിത്. ഞാൻ എന്തായാലും എൻജോയ് ചെയ്ത് ഫിനിഷ് ചെയ്യട്ടെ. അപ്പം നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ചിക്കൻ, എനിക്ക് അത്ര ചിക്കൻ ഫാൻ അല്ല. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കണ്ടിട്ട് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും കഴിക്കില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിക്കൻ്റെ അധികം ഫാൻ അല്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചിക്കൻ്റെ. എനിക്ക് ഹസ്ബൻഡാണെങ്കിൽ നന്നായിട്ട് ചിക്കൻ ബേക്ക് ചെയ്ത് തരാറുണ്ട്, മാരിനേറ്റ് ഒക്കെ ചെയ്തിട്ട്. അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് വെച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാനേ പറ്റില്ല ഈ ഒരു ചിക്കൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ വാട്ട് ഈറ്റിനയുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കാൻ്റെ ബെല്ലൈക്കൻ ടപ്പ് ചെയ്ത് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് അന്നു സൈനിങ് ഓഫ്.